ഹായ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ട നമ്മൾ സ്റ്റാർട്ടിങ് കുറച്ച് ഭാഗം കൊടുത്തിട്ടുണ്ടായിരുന്നു. 4 സെക്കൻഡ് 5 സെക്കൻഡുള്ളൊരു വീഡിയോ അത്രേ എടുത്തിട്ടുള്ളൂ കേട്ടോ. വേറൊന്നല്ല, നിങ്ങൾ റൂട്ട് കനാൽ ചെയ്യാൻ പോവുകയാണെന്നൊക്കെയുള്ള വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം റൂട്ട് കനാലിന് വന്ന ഒരു ചെറിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ റൂട്ട് കനാൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ലെന്ന് അന്നേ ഡോക്ടർ പറഞ്ഞു. കാരണം എൻ്റെ പല്ലിൻ്റെ വേര് പോയിരിക്കുന്നത് ഇങ്ങനെ പോകേണ്ട വേര് ഇങ്ങനെയാണ് പോയിട്ടുള്ളത് ഒരെണ്ണം. പിന്നെ ഒരു വേര് ബ്ലോക്കായിട്ടുണ്ട് പകുതി സംബന്ധിച്ചിട്ട്. അപ്പം അവിടേക്ക് എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ ചെന്ന് അതിന് റൂട്ട് കനാൽ ചെയ്യാമെന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. അതിനുള്ള സംവിധാനങ്ങൾ നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഇല്ല എന്നാണ് അറിഞ്ഞത്. പിന്നെ എറണാകുളം ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പല്ല് റൂട്ട് കനാൽ ചെയ്യാൻ മാത്രം 40,000 രൂപ അത്രയോളം റേറ്റൊക്കെ ആവുമെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പം തുടക്കത്തിൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല, പക്ഷേ എത്രമാത്രം സക്സസ് ആവുമെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഹാഫ് പ്രൊസീജിയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് വേദനയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളത് അടിപൊളിയായിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ വീട്ടിൽ നിന്ന് പോരുമ്പോൾ തൊട്ട് ചെറിയൊരു വേദന ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു വേദനയപ്പോൾ തന്നെ ഞാൻ വേദനയുടെ ഗുളിക കഴിച്ചു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും രക്ഷയില്ലാത്ത വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വേദന. അപ്പോൾ വീണ്ടും ഡോക്ടറെ വിളിച്ച് ചോദിച്ചിട്ട് വീണ്ടും ഞാൻ പെയിൻ കില്ലർ കഴിച്ചു. പെയിൻ കില്ലർ ഏൽക്കുന്നേ ഇല്ല. രാവിലെ ആയപ്പോഴത്തേക്കും പിന്നെയും കഴിച്ചു, ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു വരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഇവിടുന്ന് ഞങ്ങൾ അങ്ങനെയാണ് കുഞ്ഞിനെ മമ്മീൻ്റെ അടുത്ത് ആക്കിയിട്ട് ഞങ്ങൾക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നത്. അപ്പോൾ കമൻറ്റ് കണ്ടായിരുന്നു അവരുടെ വീഡിയോയിൽ അങ്ങനെ ആരെങ്കിലും അങ്ങനെ പോകാൻ പാടുണ്ടോ. പക്ഷെ അത് പോകാൻ പാടണമെന്നുള്ള വെച്ച് വേറൊന്നുമല്ല. കാരണം അവൾ ഉറങ്ങും. കാരണം സാധാരണ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് 2-2.5 മണിക്കൂർ കിടന്ന് ഉറങ്ങുന്നതാണ് അവൾ. പക്ഷെ എന്ത് പറ്റി നടത്തില്ല. ഇവിടെ നമ്മൾ അങ്ങോട്ട് അങ്ങനെ ഒരു ഇതിലാണ് പോയത്. ചേച്ചിയും ചേട്ടായും കൂടെ ആദ്യക്കുട്ടിനെ സ്കൂളിൽ കാരണം അവർ ഉച്ച കഴിഞ്ഞ് പോകാമെന്നാണ് പറഞ്ഞത്. അപ്പം അവളെ കൊണ്ടുപോകണല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ അങ്ങനെ കാരണം പനിയൊക്കെ കുറഞ്ഞതല്ലേ ഉള്ളൂ. പനിയൊക്കെ കുറഞ്ഞതേ ഉള്ളൂ. അതിൻ്റെ ഒരു കൊണ്ട് പെട്ടെന്ന് കൊണ്ടുപോകണമെന്ന് കരുതിയാണ് നമ്മൾ അവളെ കൊണ്ട് പോകാമായിരുന്നു. അവൾ ഉറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ എന്നോട് പോയത്. പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. കാരണം വേദന ഉണ്ട്. അപ്പം ഇടയ്ക്ക് ഡോക്ടർ പറഞ്ഞായിരുന്നു വേദനയാണെങ്കിൽ അവിടെ ഇങ്ങനെ ഫില്ല് ചെയ്തേക്കുന്നത് അതൊന്ന് കളഞ്ഞാമെന്ന് പറഞ്ഞു. വേദന കുറയുമെന്നാണ് ഓർത്തത്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു പ്രൊസീജിയർ ആണല്ലോ, പെട്ടെന്ന് വരാമല്ലോ അല്ലെങ്കിൽ ഗുളിക എന്തെങ്കിലും മാറ്റി തരുമല്ലോ എന്ന് കരുതിയിട്ടാണ് അവളെ ഇവിടെ ആക്കിയിട്ട് പോയത്. കാരണം അവൾ എഴുന്നേൽക്കുന്ന ഒരു ഗ്യാപ്പ് നമ്മൾ ഓർത്ത് 2-2.5 മണിക്കൂർ അവൾ ഉറങ്ങും, പെട്ടെന്ന് പോയിട്ട് വരും. കാരണം 1/2 മണിക്കൂർ ദൂരം ഉള്ളു ഇത്ര സ്പീഡിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. പക്ഷെ നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങി ഞാൻ ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫോൺ ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോഴത്തേനും അമ്മയുടെ കോള് വന്നപ്പോഴത്തേനും നമുക്ക് മനസ്സിലായി അവൾ എഴുന്നേറ്റെന്ന് മനസ്സിലായി. കാരണം എഴുന്നേറ്റെന്ന് പറയാൻ വേണ്ടിയാണ് വിളിച്ചതെന്നാണ് ഞങ്ങൾ ഓർത്തത്. പക്ഷേ അവൾ അന്ന് എഴുന്നേറ്റ് വന്ന് അവൾ കരഞ്ഞുകൊണ്ടാണ് എഴുന്നേറ്റത്. കുഴപ്പമൊന്നുമില്ല, ആദ്യം ചിരിച്ചുകൊണ്ടാണ് എഴുന്നേറ്റത്. പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് അവൾ കരച്ചിട്ട് തുടങ്ങിയത്. ഇവള് കരയുന്നത് കേട്ട് അന്നമോളും കരയാൻ തുടങ്ങി. സംഭവിച്ചത് അല്ലാതെ അവളെ മനപ്പുറം ഇട്ടേച്ചു അല്ല. കാരണം അറിയാം, നോക്കുന്നതിന് ബുദ്ധിമുട്ടൊക്കെ നല്ലപോലെ നന്നിട്ടല്ലോ. ഒരാളെ തന്നെ നോക്കുന്നതിന് ബുദ്ധിമുട്ട് നമുക്ക് നല്ലത്. ഇപ്പോൾ ഒരു കാരണവശാലും നമ്മൾ 2 പേരെയും കൂടെ ഏൽപ്പിച്ചിട്ട് അത്ര മനസാക്ഷി കേട്ട ആൾക്കാരൊന്നും അല്ല. ഉണ്ടായിരുന്നു അങ്ങനെ. അങ്ങനെ പോയതാണ്. പോയിട്ട് ഞാൻ തിരിച്ചു പോകുന്നു ഇവിടെ 1/2 മണിക്കൂറിൽ ഇവിടെ തന്നെ എത്തി. അവള് കരഞ്ഞോണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ എടുത്ത് കഴിയുമ്പോൾ കരച്ചിൽ കുറച്ചു നേരം കഴിയുമ്പോൾ കരച്ചിൽ നിർത്തി. 2 പേരും കരച്ചിൽ നിർത്തി. ഒരാളുടെ കരച്ചിൽ നിർത്തുമ്പം അവള് കരച്ചിൽ നിർത്തി. അപ്പോൾ കരച്ചിൽ നിർത്തി തിരിച്ചു വന്നതിന് ശേഷം അവിടെ വന്നു. അന്നേരത്തേനും ചേട്ടായും ചേച്ചിയും വന്നു കേട്ടോ. വന്നു കഴിഞ്ഞപ്പോഴും അവർക്ക് മനസ്സിലായില്ല. കാരണം കുഞ്ഞ് കരയാന്ന് പറഞ്ഞ് നമ്മൾ പോയ കാര്യം അവർക്ക് അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ചോദിച്ചു വന്നപ്പോഴാണ് ഞങ്ങൾ പോയ കാര്യം അറിഞ്ഞത്. പിന്നെ അന്നേരത്തിന് എന്നോട് ചോദിച്ചു എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്നോട് പറഞ്ഞത് പല്ലെടുത്ത് കളയണമെന്നാണ് പറഞ്ഞത്. പല്ലെടുത്ത് കളയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ കൂടെ വേണമല്ലോ. ഡോക്ടറോട് ചോദിച്ചു പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, ഒരാളില്ലെങ്കിലും കുഴപ്പമില്ല, ചെയ്തു തരാമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ പേടിയായതുകൊണ്ട് ഒരാൾ തിരിച്ചു പോകുന്നതിനാണ് ചേട്ടായി പറഞ്ഞത് കുഴപ്പമില്ല, എന്നാളും എപ്പോഴും ചെയ്യേണ്ടതല്ലേ. കാരണം അതിന് വേറെ ഓപ്ഷൻ ഇല്ല, പല്ല് എടുത്തു കളയാന്നുള്ളതാണ് ലാസ്റ്റ്. ഡോക്ടർ പറഞ്ഞു പെയിൻ ഇത്രയും ആവുന്നുണ്ടെന്ന്. പല്ലിൻ്റെ അകത്തെ അടച്ചും ചില്ല് എടുത്തിട്ട് തന്നെ അതിന് പസ്സും
ബ്ലഡും ഒക്കെ വന്നു കേട്ടോ. അപ്പോഴത്തേനും തന്നെ ഡോക്ടർ പറഞ്ഞു ഒരിക്കലും ഒരു 90% റൂട്ട് കനാൽ ഫെയിലിയർ ആകാനാണ് സാധ്യത എന്ന് പറഞ്ഞു. 90% ഫെയിലിയർ ആകുമെന്ന് ഒരു ഡോക്ടർ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ പിന്നെ അതുമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല. അപ്പം ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ ബസ്സിൽ കയറി തിരിച്ചു പോന്നു കേട്ടോ. നാളെ എങ്ങനെ ചെയ്യാം, കാരണം ഇപ്പോൾ ഇവിടെയാണല്ലോ, ഞാൻ തന്നെയല്ലേ ഉള്ളൂ, അച്ഛൻ തിരിച്ചു പോന്നു. പിന്നെ ഞാൻ ബസ്സിൽ കയറി തിരിച്ചു പോകാൻ വേണ്ടി ടിക്കറ്റൊക്കെ എടുത്തു. ഇടുക്കി കവല കുറച്ചങ്ങ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടാ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ വരാം, ഇനിയിപ്പോൾ അല്ലേ വീണ്ടും പോകണ്ടേ, ഇപ്പം എന്തായാലും നമ്മൾ വീട്ടിലല്ലേ, ഇവിടെ ആകുമ്പോൾ റെസ്റ്റൊക്കെ എടുത്തിരിക്കാമല്ലോ, നിങ്ങൾ പല്ലെടുത്ത് കളാ, ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ച് ആശുപത്രിയിൽ നിന്നാൽ ഡോക്ടറെ എടുത്തേക്കാം എന്ന് പറഞ്ഞു. ഡോക്ടർ അന്നേരമൊന്നും പറഞ്ഞില്ല കേട്ടോ. എന്നിട്ട് ഇവിടെ കിടത്തി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ചിലപ്പോഴാണെങ്കിൽ കീറി എടുക്കേണ്ടി വരും കേട്ടോ എന്ന് പറഞ്ഞു. ജെയിനിയെ പേടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാൻ, കീറേണ്ട വരും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ദൈവം സഹായിച്ച് കീറേണ്ടി വന്നില്ല. പല്ല് മൊത്തത്തിൽ നല്ല വലിപ്പമുള്ളൊരു പല്ലായിരുന്നു. അയ്യോ, അകത്തും മുറിവ് പുറത്തും മുറിവുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. ഒരു 6 മണിക്കൂർ നേരത്തിന് കിടക്കരുതെന്ന് പറഞ്ഞു. പിന്നെ സാധാരണ മരുന്ന് പോലെ ചൂടുള്ള സാധനങ്ങളൊന്നും അധികം കഴിക്കരുതെന്ന് പറഞ്ഞു. കാരണം അത്യാവശ്യം അങ്ങനെ പറഞ്ഞു. നല്ല മുറിവാന്ന് ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട്. വലിയ പല്ലായിരുന്നു കേട്ടോ, പല്ല് ഭയങ്കര പല്ലായിരുന്നു. 24 hours ബ്ലീഡിംഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് ഒരു കുഴപ്പമുണ്ടായില്ല, ഇതുവരെ ഒരു പ്രശ്നങ്ങളും ഇല്ല. ഇനി നമ്മൾ കെയർ ചെയ്യുന്ന പോലെ ഇരിക്കും. ഡോക്ടറുടെ ഭാഗം കഴിഞ്ഞ് നമ്മൾ കെയർ ചെയ്യുന്ന പോലെ ഇരിക്കും എന്ന് പറഞ്ഞത് പഴുക്കാതെ ഭയങ്കര ബലം. അത് കൂട്ടാ ഭയങ്കര ബലം കൊടുത്തിട്ടാണ്, ഭയങ്കര ബലം പിടിച്ചു. നല്ല ബലം കൊടുക്കേണ്ട വരും, തലയ്ക്ക് നല്ല പ്രഷർ വരുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന്. കാരണം ഇങ്ങേ അറ്റത്തെ അണപ്പല്ലാണ്. അതുമല്ല സാധാരണ ആളുകളുടെ പല്ലിനേക്കാളും എൻ്റെ പല്ല് ഇച്ചിരി വലിപ്പം കൂടുതലുണ്ടെന്ന് പറഞ്ഞിട്ട്. അത് പല്ല് കണ്ടപ്പോൾ മനസ്സിലായി. പല്ല് പറിച്ച് എടുത്തപ്പോൾ അച്ഛനെയും കാണിച്ചു. ഭീമമായ ഒരു പല്ലായിരുന്നു. കാര്യം അതിൻ്റെ നഷ്ടം എന്ന് പറഞ്ഞാൽ ഒരു വലിയ നഷ്ടമായിരിക്കും അല്ലേ. അത്യാവശ്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർമാർക്ക് അറിയാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ ഒരു പല്ല് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ വലിപ്പമൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ, അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നില്ല. പറഞ്ഞ ഡോക്ടർ പ്രത്യേകം പറഞ്ഞു ഒരു 4-5 വർഷത്തിനുള്ളിൽ വന്ന ഏറ്റവും വലിയൊരു ഇതായിരുന്നു എന്ന് പറഞ്ഞു. ദൈവാനുഗ്രഹം കൊണ്ടൊന്നും വേറൊന്നും, അതായത് ഡോക്ടർ അറിയാം പഠിക്കുന്ന സമയത്തായിരുന്നു ഒരു കേസ് സ്റ്റഡിക്കുള്ള വകുപ്പുണ്ടായിരുന്നു. അതുപോലെ കഥകൾ ഈ പല്ലിന്റെ പുറകിൽ ഭയങ്കര പ്രശ്നം. നമ്മളെന്താ വിചാരിക്കുന്നത് നിസ്സാരം ഒരു പല്ല്, പക്ഷെ അതിന്റെ പുറകിൽ അല്ലെങ്കിൽ ഡോക്ടർ എറണാകുളത്തേക്ക് റെഫർ ചെയ്യാം. റെയർ കേസാണ് ഇത്, കുഞ്ഞും പല്ലിതൊക്കെ പഠിച്ചത് റെയർ കേസാന്ന് പറയുകയും ചെയ്തു കേട്ടോ. ആദ്യം തന്നെ പറഞ്ഞായിരുന്നു 1000-ൽ ഒരാൾക്ക് വരാറുള്ളതാണ് ഇങ്ങനെ ഒരു ചില സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മളിതിന് ഒത്തിരി വരുന്നതായിട്ട് അങ്ങനെ പറഞ്ഞതല്ല, പക്ഷെ നിസ്സാരം പല്ലാണ്. പക്ഷെ പല്ലിന്റെ ഇടയിൽ തന്നെ ഇത്രയും പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ പല്ലെടുത്ത് നമുക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഇതുണ്ടെന്നുള്ളത്. അല്ലെങ്കിൽ ആദ്യമേ തന്നെ എടുത്ത് കളയുണ്ടായിരുന്നു. റൂട്ട് കനാലിന്റെ കേസിന് പോവില്ലായിരുന്നു കേട്ടോ. പക്ഷെ അത്രയും ചെയ്തതിൻ്റെ പൈസ ഒന്നും ഡോക്ടർ വാങ്ങിച്ചില്ല കേട്ടോ. നമ്മൾ പറഞ്ഞതാണ്, ഒരുപാട് മണിക്കൂറുകൾ എടുത്തിട്ടാണ് അന്ന് കഴിഞ്ഞ ദിവസത്തെ റൂട്ട് കനാലിൻ്റെ പ്രൊസീജിയർ ചെയ്തത്. പക്ഷെ ഫെയിലിയർ എന്നുള്ളത് ചെയ്ത ജോലി ഇല്ലാണ്ടാവില്ല. പിന്നെ നമ്മൾ ഈ വേദന വന്നത് നന്നായല്ലേ, പിന്നെ ഈ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് ഈ റൂട്ട് കനാലും ചെയ്ത് ക്യാപ്പ് ഇട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് വരുന്നതെങ്കിൽ പിന്നെ ഒന്ന് വലിച്ചു പറിച്ചെടുക്കാന്ന് പറയുമ്പോൾ അത് പകുതി ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഡോക്ടർക്ക് മനസ്സിലായത് ഇതിൻ്റെ സംഭവം ഇങ്ങനെയാണ്. അപ്പോൾ തന്നെ പറഞ്ഞു റൂട്ട് കനാൽ കംപ്ലീറ്റ്ലി ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അങ്ങോട്ട് എത്താനായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ്സ് ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞു കേട്ടോ. അല്ല പിന്നെ 40,000 രൂപയൊക്കെ മുടക്കി എറണാകുളത്തൊക്കെ പോയി ചെയ്യണം. ഒരു പല്ലിന് വേണ്ടിയിട്ട് അത്രയും മുടക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ പല്ല് ശരിയാണ്, പോയി കഴിഞ്ഞാൽ പോയത് തന്നെയാണ്. പിന്നെ നമുക്കല്ല അതൊരു നഷ്ടം തന്നെയാണ്. ഇപ്പുറത്തെ എൻ്റെ സൈഡിൽ ഒരെണ്ണം എടുത്ത് കളഞ്ഞാൽ അപ്പോൾ അതൊരു നഷ്ടം തന്നെയാണ്. പക്ഷേ 40,000 രൂപ മുടക്കി പല്ല് ശരിയാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ളവർക്ക് പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ പല്ലെടുത്ത് കളഞ്ഞു. ആ കാര്യത്തിൽ നമ്മളൊരു തീരുമാനം ഉണ്ടാക്കി. എന്നോട് സംസാരിക്കരുത്, 2 ദിവസത്തേക്ക് ജോലികളൊന്നും ചെയ്യരുത്, ഉപ്പുവെള്ളം വായിക്കില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. എല്ലാം മിക്കവരും ഒരുപാട് പേര് പല്ലൊക്കെ എടുത്തിട്ടുള്ളവരുണ്ടാവും. പക്ഷേ ഡോക്ടറെ പറഞ്ഞു ഇത് ഭയങ്കര ഒരു വൂണ്ടാണ്, ഉള്ളിലോട്ടും നല്ല മുറിവുണ്ട്. ശരിക്കും ആ പല്ല് കണ്ട് ഞങ്ങൾ പേടിച്ചു പോയി കേട്ടോ. ഇത്രയും വലിയ പല്ല് എൻ്റെ വായിൽ നിന്ന് വന്നാണെന്ന് വിചാരിച്ചു. അപ്പം എല്ലാം സെറ്റായി. വേദന ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ വേദനയുണ്ട് ഇപ്പോൾ, നിലവിൽ മരപ്പൊക്കെ മാറി ചെറിയൊരു വേദനയുണ്ട്. പെയിൻ കില്ലർ കഴിക്കുന്നുണ്ട്, ആൻറ്റിബയോട്ടിക്കും കഴിക്കുന്നുണ്ട്. ഇവിടെ എൻ്റെ ഇന്ന് വഴക്കുണ്ടാകും, വെയിറ്റ് ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിവിടെ ആയതുകൊണ്ട് റെസ്റ്റ് എടുക്കാം. റെസ്റ്റൊക്കെ എടുത്തിങ്ങനെ ഇരിക്കുകയാണ്, കുഴപ്പമൊന്നുമില്ല. ഇത്രേ ഉള്ളൂ അല്ലേ. മമ്മിക്കുട്ടി ഇവിടെ തുണി വിരിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പം അധികം സംസാരിക്കരുത് എന്ന് പറഞ്ഞെങ്കിലും എനിക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റിയല്ല. ഞാൻ അങ്ങനത്തെ സ്വഭാവമൊക്കെ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടരുത് അധികം ഇല്ലേക്ക്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. 2 ദിവസം അതുകൊണ്ട് നമ്മളിവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ കട്ടപ്പനയ്ക്ക് തിരിച്ചു പോകും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇങ്ങോട്ട് വാ, ഇന്നെക്കൂടെയാണോ പറയും കൂടെയാണോ എന്നൊക്കെ ചോദിച്ച് വരുന്നുണ്ട്. എന്നാ പറയാനുള്ളൂ? സുഖമാണോ? പിന്നെ സുഖം എന്നാ സുഖം. ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. ഈശോ മാതാ ആചാരപടി.